നമ്മുടെ കാനഡയുടെ വീടുകളിലുള്ളിൽ നമ്മൾ ഇന്നലെ റേഡോൺ ഗ്യാസിന്റെ കാര്യം പറഞ്ഞ പോലെ സൈലന്റ് കില്ലറായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു അടുത്ത ഗ്യാസ് ആണ് ഈ ഒരു കാർബൺ മോണോക്സൈഡിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. നമ്മുടെ വീടിനുള്ളിൽ എങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് വരുന്നത് നമുക്കൊരു ഡൗട്ട് തോന്നും. നമ്മുടെ ഫർണസ് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഗ്യാസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വീടിനുള്ളിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ കാർബൺ മോണോക്സൈഡ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ മോണോക്സൈഡിന്റെ ഒരു പ്രസൻസ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ജാനുവരി 1 തൊട്ട് ഒണ്ടാരിയോ ഗവൺമെന്റ് പുതിയൊരു റൂൾ കൊണ്ടുവരുന്നുണ്ട്. വീടിന്റെ എല്ലാ ലെവലിലും കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടേഴ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ സ്ലീപ്പിംഗ് ഏരിയയിൽ മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഇപ്പം നമുക്ക് പുതിയ റൂൾ പ്രകാരം എല്ലാ ലെവലിലും ഇത് കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടേഴ്സ് ജാനുവരി 1, 2026 തൊട്ട് നിർബന്ധമാണ്. കാനഡയുടെ വീടുകൾ ഒത്തിരി ഗവൺമെന്റ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കാർബൺ മോണോക്സൈഡിന്റെ കാര്യങ്ങളും പുതിയ റൂൾ ചേഞ്ച് ഒക്കെ വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമുള്ളൂ. അപ്പം നമുക്ക് ഈ ചെറിയ ഹോം ഡിപ്പോയും ഹോം ഹാർഡ്വെയർ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡിന്റെ ഡിറ്റക്ടേഴ്സ് മേടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കനേഡിയൻ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. കൂടുതൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഹാവ് എ ഗ്രേറ്റ് ഡേ.